സൗഹൃദങ്ങൾ വഞ്ചനയിൽ കലാശിച്ചു. ഇനി അടഞ്ഞ വാതിൽ തുറക്കില്ലെന്ന് ഹൻസിക. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിൻ്റെ ഇളയ മകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ താരവുമായ ഹൻസിക കൃഷ്ണ ബിരുദധാരിയായി. അതായത് നമ്മുടെ ഗ്രാജുവേറ്റായിന്ന് മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് തൻ്റെ കോളേജ് ജീവിതത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീണ വിവരം ഹൻസിക തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. നടി അഹാന കൃഷ്ണയുടെ ഇളയ സഹോദരി കൂടിയായ ഹൻസിക തൻ്റെ ക്യാമ്പസ് കാലത്തെ അനുഭവങ്ങളും പ്രതിസന്ധികളും തുറന്നു പറഞ്ഞുകൊണ്ട് പങ്കുവച്ച ഹൃദ്യമായ കുറിപ്പ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. 2026 ജൂൺ 9 മികച്ചൊരു A ഗ്രേഡോടെ താൻ ബാച്ചിലേഴ്സ് ബിരുദം നെഞ്ചോട് ചേർത്തുവെന്ന് ഹൻസിക കുറിച്ചു. പഠനവും അഭിനയവും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിലാണ് ഹൻസിക. ഇനി ഹൻസിക പങ്കുവച്ച കുറിപ്പിലേക്ക്. എൻ്റെ കോളേജിലെ ആ ഡാൻസിങ് ക്വീൻ ഒടുവിൽ ബിരുദം നേടിയിറങ്ങിയുകയാണ്. അതെ, ഇതോടെ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീണു. 2026 ജൂൺ 9 മികച്ചൊരു A ഗ്രേഡോടെ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ബിരുദം നെഞ്ചോട് ചേർത്തു. എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന നിമിഷം. എൻ്റേത് തികച്ചും കുറ്റമല്ലാത്തൊരു കോളേജ് കാലമായിരുന്നു എന്നെനിക്ക് പറയാനാവില്ല. എങ്കിലും എന്നെ രൂപപ്പെടുത്തിയ ഞാൻ ഒരുപാട് ഏറെ വളർന്നൊരു യാത്രയായിരുന്നു അതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. എൻ്റെ ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴേക്കും എൻ്റെ ഗ്രേഡുകൾ മെച്ചപ്പെട്ട് ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. വിരലിലെണ്ണാവുന്ന ചില നല്ല സൗഹൃദങ്ങൾ നേടി. ഒപ്പം നെഞ്ചിൽ നിന്നും സൂക്ഷിക്കാൻ ഒരു പിടി സുന്ദരമായ ഓർമ്മകളും. ചില സൗഹൃദങ്ങൾ വഞ്ചനയിലാണ് കലാശിച്ചത്. പിന്നീട് അവർ ഖേദത്തോടെയും ക്ഷമാപണങ്ങളോടെയും തിരിച്ചു വന്നെങ്കിലും അടഞ്ഞുപോയ എല്ലാ വാതിലുകളും തുറക്കേണ്ടതില്ലെന്നാണ് ജീവിതം എന്നെ പഠിപ്പിച്ചത്. സ്വന്തം വ്യക്തിത്വം കൈവിടാതിരിക്കാനും മനസ്സിൻ്റെ സമാധാനം തിരഞ്ഞെടുക്കാനും കഴിഞ്ഞതാണ് എന്നെ ഏറ്റവും മികച്ചൊരു മനുഷ്യയാക്കി മാറ്റിയത്. എല്ലാ പ്രതിസന്ധികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത്. ഷൂട്ടുകൾ, കണ്ടന്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയയുടെ തിരക്കുകൾ, ഇതിനിടയിലും എൻ്റെ പഠനത്തെ ഞാൻ മാറ്റി നിർത്തിയില്ല. എയർപോർട്ടുകളിലും ഫ്ലൈറ്റുകളിലും ട്രെയിൻ യാത്രകളിലും കാരവനിലും എപ്പോഴൊക്കെ പുസ്തകം തുറക്കാൻ ഒരു നിമിഷം കിട്ടിയോ അവിടെയൊക്കെ ഇരുന്ന് ഞാൻ പഠിച്ചു. ഒടുവിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ ഘട്ടങ്ങളിലൊന്നായ അവസാന സെമസ്റ്ററിൽ എല്ലാ പേപ്പറുകൾക്കും A ഗ്രേഡും പ്രൊജക്റ്റിന് A+ നേടി ഞാൻ വിജയിച്ചു. എൻ്റെ യൂട്യൂബിലെ സ്റ്റഡി വ്ലോഗുകളുടെ ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. പല അധ്യാപകരുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാകാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. പക്ഷേ ഒരിക്കലും അത് പക്ഷപാതം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിച്ച ബഹുമാനവും ദയവും എൻ്റെ സമർപ്പണവും കൊണ്ടാണ്. മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ നേടാനും അവർക്കൊരു നല്ല മാതൃകയാക്കാനും കഴിഞ്ഞതിൽ എന്നും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. അതേസമയം അമൽ നീരദ് ഒരുക്കുന്ന ബാച്ചിലർ പാർട്ടി 2 മലയാളത്തിൽ നായികയായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഹൻസിക കൃഷ്ണ. ചിത്രത്തിൽ നസ്ലിൻ്റെ ജോഡിയായിട്ടാകും ഹൻസിക എത്തുക. നേരത്തെ സഹോദരി അഹാന കൃഷ്ണ അഭിനയിച്ച ലൂക്ക എന്ന ചിത്രത്തിൽ അഹാനയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചുകൊണ്ട് ഹൻസിക ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.